ഉണ്ടാകട്ടെ. ഈ മീറ്റിംഗ് ദൈവകൃപയോടെ ലീഡ് ചെയ്യുന്ന പ്രിയ ഫേബ ആന്റി, വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ജിറ്റി സിസ്റ്റർ, ഈ ഓൺലൈൻ എബനേസർ ചർച്ചിന്റെ ഓൺലൈൻ മീറ്റിംഗില് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവദാസന്മാര്, ദൈവദാസിമാര്, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ഇത് ദൈവം തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയ ഫേബ ആന്റി പറഞ്ഞതുപോലെ പ്രിയ ബിന്ദു സിസ്റ്ററാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് ഫേബ ആന്റിയുമായിട്ട് വിളിക്കാനും ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചു. എല്ലാറ്റിനും ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവളായിരിക്കുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും നന്ദി പറയുന്നു. നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ആന്റി പറഞ്ഞതുപോലെ പലവിധമായ പ്രശ്നങ്ങളും പലവിധമായ ചിന്താഭാരങ്ങളോടൊക്കെയാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ ഈ ഇടയായിട്ട് ബലപ്പെടുത്തുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഹന്ന ശീലോവിൽ താന് ആ ഉത്സവത്തിനായിട്ട്, പെരുന്നാളിനായിട്ട് താൻ പോയ സമയത്ത് അവിടെ അനേക ജനങ്ങൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നവരും ഉത്സവം ആചരിക്കുന്നവരും അനേക ജനങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ഗോഡ് ലിസൺ ടു ദ സൈലന്റ് പ്രയർ ഓഫ് ഹന്ന. അത്രയും ജനങ്ങളുടെ ഇടയിലും ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന, ആൻഡ് ഇറ്റ് വാസ് എ സൈലന്റ് പ്രയർ, ശബ്ദമില്ലാതാ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ഭാരങ്ങളും അറിയുന്ന കർത്താവ് നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്ന ദൈവം. ആന്റി പറഞ്ഞതുപോലെ ആരാണ് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് എന്നുള്ള ഉറപ്പാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ദൈവം എനിക്ക് ഇന്നൊരു വചനം നൽകിയിട്ടുണ്ട്. ആ വചനം പഠിക്കാനും ധ്യാനിക്കാനും എല്ലാം ഉള്ള ഒരു ദൈവകൃപ കർത്താവ് എനിക്ക് തന്നു. എന്നാൽ വചനം ഷെയർ ചെയ്യുന്നതിന് മുൻപായി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തിയതുപോലെ ഒരു കർത്താവിന്റെ ദാസന്റെയും ദാസിയുടെയും മകളായി ജനിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിച്ചത് എൻ്റെ 13-ാമത്തെ വയസ്സിലാണ്. അതിനൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ, കുടുംബ പ്രാർത്ഥനയുള്ള ഭവനത്തിൽ, ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ഭവനത്തിലാണ് ഞാൻ ജനിക്കുകയും വളരുകയും ചെയ്തത്. എന്നാൽ എൻ്റെ 7-ാമത്തെ വയസ്സിൽ എൻ്റെ മാതാവ് ഈ ലോകത്തോട് മാറ്റപ്പെട്ടു. അന്നൊന്നും എനിക്ക് അത്രയൊന്നും ഫീൽ ചെയ്തില്ല. കാരണം എൻ്റെ മാതാവും പിതാവും ശുശ്രൂഷയുടെ വളരെ ബിസി ആയിട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. സെമിനാരിയുടെ കാര്യങ്ങൾ, ചർച്ചിന്റെ കാര്യങ്ങൾ, ദൈവദാസന്മാരുടെ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കാൻ അവര് വളരെ ബിസി ആയിരുന്നു. അതുകൊണ്ട് അത്രയ്ക്കൊരു അടുപ്പം എനിക്ക് അമ്മയോട് തോന്നിയിരുന്നില്ല. കാരണം എന്നെ വളർത്തിയത് ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്ന ഒരു ആന്റിയാണ്. ഞാൻ കൂടുതൽ സമയം ആന്റിയുമായിട്ടാണ് സമയം സ്പെൻഡ് ചെയ്തത്. എന്നാൽ ഞാൻ വളർന്നു വന്നപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്നവരാണ്. എന്നാൽ വളർന്നു വന്ന സമയത്ത് there is nobody to love me എന്നൊരു ചിന്ത, നമുക്കറിയാമല്ലോ, ഒരു പ്രായമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. നിരാശ എന്നെ ബാധിക്കാൻ തുടങ്ങി. അതെന്റെ പഠനത്തെ ബാധിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, I am there to love you more than anyone else. മറ്റെല്ലാരെക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത് അതിനുശേഷമാണ്. ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. ദൈവസന്നിധിയിൽ കൂടുതലായി പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും ദൈവം എന്നെ സഹായിച്ചു. ഒരു സമാധാനം കർത്താവ് എനിക്ക് നൽകി തന്നു. മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ അനേക ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാ ദിവസവും വരും.
എന്നാൽ കർത്താവിനെ അറിയുന്നതിന് മുൻപ് അവരോടൊന്നും സംസാരിക്കാനോ ഒന്നുമുള്ള മനോഭാവം എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് അവരോട് സ്നേഹം കർത്താവ് എനിക്ക് തന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഉള്ള കൃപ ദൈവം എനിക്ക് നൽകി തന്നു. ഞാൻ എൻ്റെ പഠനം തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറിൽ കർത്താവിന്റെ വേലയ്ക്കായി എന്നെ തന്നെ സമർപ്പിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. പിന്നെ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തു. ഏത് തരത്തിലുള്ള കർത്താവിന്റെ വേലയാ ചെയ്യേണ്ടതെന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയെ കുറിച്ച് കേട്ടു. എന്നാൽ ആന്റി പറഞ്ഞതുപോലെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ ശ്രമകരമായ ഒരു മിനിസ്ട്രിയാണ്. അന്നൊക്കെ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നവർ ആദിവാസികളുടെ ഇടയിൽ പോയി താമസിക്കണം. എന്നാൽ അതിനൊന്നും ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ കാറേ പോയി കാറേ വന്ന് അങ്ങനെ യാത്ര ചെയ്തൊരു സുവിശേഷ വേലയാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ 97 ഷാരോൺ ഫെലോഷിപ്പിന്റെ ജനറൽ കൺവെൻഷന്റെ ഒരു യൂത്ത് മീറ്റിങ്ങിന് യാദർച്ഛികമായി ഞാൻ അറ്റൻഡ് ചെയ്തു. എന്ന് പറഞ്ഞാല് യൂത്ത് മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് സഹോദരിമാരുടെ മീറ്റിംഗ് നടക്കുന്നത്. സാധാരണ ഞാൻ സഹോദരിമാരുടെ മീറ്റിങ്ങിനാണ് പോകാറുള്ളത്. അന്ന് ഞാൻ യൂത്ത് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു. അന്ന് വചനം സംസാരിച്ച ദൈവദാസൻ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എടുത്തിട്ട് താൻ ഇങ്ങനെ പറഞ്ഞു: കർത്താവിന്റെ വരവിങ്കൽ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ളവർ വെള്ള നിലയങ്കി ധരിച്ച് കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ വരും. എന്നാൽ ഇന്ത്യയില് ദൈവവചനത്തിന്റെ ഒരു വാക്കുപോലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്ത ഭാഷകൾ അനേകമുണ്ട്. ആര് സമർപ്പിക്കും? ക്രോസ് കൾച്ചറൽ മിനിസ്ട്രിക്കായിട്ട് ആര് സമർപ്പിക്കുമെന്ന് ചോദിച്ചു. എന്നോട് ദൈവം സംസാരിച്ചെങ്കിലും ഞാൻ അവിടെ തന്നെ ഇരുന്നു. അന്ന് അനേക യുവാക്കൾ എഴുന്നേറ്റ് സമർപ്പിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ ദൈവം സംസാരിച്ചെങ്കിലും ഞാൻ അത് ഏറ്റെടുത്തില്ല. അന്ന് സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എൻ്റെ പിതാവാ. അദ്ദേഹം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോള് സമർപ്പിച്ചായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല ചേച്ച, ഞാൻ സമർപ്പിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാല് പിറ്റേ ദിവസം സൺഡേയില് യാദർച്ഛികമായിട്ട് സൺഡേയിൽ ജനറൽ കൺവെൻഷന്റെ സൺഡേ 10 മിനിറ്റ് ആ ദേവദാസന്, ജോർസി കുരുവിള സാർ എന്ന് അദ്ദേഹത്തിന്റെ പേര്, 10 മിനിറ്റേ അദ്ദേഹത്തിന് കൊടുത്തുള്ളൂ. എന്നാൽ അദ്ദേഹം ദൈവവചനത്തിൽ സംസാരിച്ചിട്ട് അദ്ദേഹം പിന്നെ ഒരു ഓൾട്ടർ കോൾ തന്നു. അദ്ദേഹം ചോദിച്ചു, ഇന്നലെ അനേകർ സമർപ്പിച്ചു, ഇന്നിനി ആര് സമർപ്പിക്കാനുണ്ട്? ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് എഴുന്നേറ്റ് നിന്നു. അങ്ങനെയാണ് ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. എൻ്റെ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന്റെ ആ വേലയ്ക്കായി സമർപ്പിച്ചതിന് ശേഷം എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ചിന്താഗതികളും എല്ലാം പൂർണ്ണമായിട്ട് മാറി. കർത്താവ് അയക്കുന്ന സ്ഥലത്ത് പോകാനായിട്ട് ഉള്ള ഒരു സമർപ്പണം കർത്താവ് എനിക്ക് നൽകി തന്നു. ഹല്ലേലൂയ. ഞങ്ങള് 98 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ട്രാൻസ്ലേഷന്റെ ട്രെയിനിങ് ഒക്കെ എടുത്ത് ദേവദാസൻ ആദ്യം കടന്നുപോയി. പിന്നീട് ഞങ്ങളുടെ മൂത്ത മകൾക്ക് 3 മാസമുള്ള സമയത്ത് എനിക്കും അദ്ദേഹത്തോടൊപ്പം ഒറീസയിൽ കടന്നു പോകാൻ ദൈവം സഹായിച്ചു. വളരെ നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു ആദിവാസികളുടെ ഇടയിലുള്ള ജീവിതം. ഇലക്ട്രിസിറ്റി ഇല്ല, ബാത്റൂം സൗകര്യങ്ങളില്ല, നല്ല ഫുഡില്ല, 6 കിലോമീറ്ററോളം നടന്നാലേ ഗ്രാമത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ അതൊന്നും ഒരു കംപ്ലൈന്റും കൂടാതെ സന്തോഷത്തോടെ സഹിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഇപ്പൊ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ എങ്ങനെയാ ഞാൻ അവിടെ താമസിച്ചെന്ന് ഇപ്പൊ എനിക്കൊരു ഒരു ചിന്ത തോന്നുന്നുണ്ട്. എന്നാൽ അന്നൊന്നും ചിന്തിച്ചില്ല. കർത്താവിന്റെ പുറകെ പോകുന്നത് പോലെ ഓരോ ദിവസത്തെ കാര്യം അങ്ങനെ അത് മാനേജ് ചെയ്ത് തരണം ചെയ്ത് പോകാനായിട്ട് ദൈവം സഹായിച്ചു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യുവജനങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൗവനക്കാരായ സഹോദരിമാര് കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് എന്നെ വിളിച്ചു എന്നുള്ള ബോധ്യമാണ് ആ ഒരു സ്ഥലത്ത് ദൈവം എന്നെ നിർത്തിയത്. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ റിഗ്രറ്റ് തോന്നില്ല ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? പക്ഷെ ഒരു റിഗ്രറ്റും തോന്നാതെ, ഒരു കംപ്ലൈന്റും പറയാതെ സന്തോഷത്തോടെ അവിടെ ആയിരിക്കാനും കർത്താവിന്റെ വേല ചെയ്യാനും ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് ആ ഭാഷ പഠിക്കാനും അതിന്റെ ലിപികൾ തയ്യാറാക്കാനും അതിന് വ്യാകരണം തയ്യാറാക്കാനും ആ ഭാഷയിലേക്ക് വചനം പരിഭാഷ ചെയ്യാനൊക്കെ കർത്താവ് കൃപ തന്നു. നമ്മൾ കേട്ടാണ് ഭാഷ പഠിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കാൻ അവിടെ ആരുമില്ല. ഓരോ സാഹചര്യത്തിലും കർത്താവിന്റെ കൃപ അനുഭവിച്ചറിയുവാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവത്തിലുള്ള ആശ്രയം എന്തെന്ന്
കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല, ചള്ളയാണ്. പിന്നെ വടി പിടിച്ചാൽ പോലും തെന്നി വീഴും. അങ്ങനെ ഞാൻ തെന്നി വീണിട്ടുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിലൊക്കെ കർത്താവിൽ ആശ്രയിച്ച് ഓരോ ദിവസവും മുൻപോട്ട് പോകാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങളുടെ കൂടെ മണക്കാലെ തന്നെ പഠിച്ച ഒരു ദൈവദാസനും ഈ ഒല്ലാർ ഗദബ എന്നാണ് ആ ഭാഷക്കാരുടെ പേര്, അവരുടെ ഇടയിൽ താൻ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും അധികമായിട്ട് ഞങ്ങളെ അവിടെ നിർത്തിയത് ദൈവത്തിന്റെ വചനമാണ്. എന്നെ ശക്തീകരിച്ച്, ഞങ്ങളെ കുടുംബമായി ശക്തീകരിച്ച ഒരു വചനമാണ് സങ്കീർത്തനം 23:4. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് ആ ഭാഗത്ത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവില് അന്ന് കരണ്ടേ ഇല്ല. നമ്മുടെ ഹൈ റേഞ്ച് പോലത്തെ സ്ഥലമാ. സന്ധ്യയായി കഴിഞ്ഞാൽ കൂരിരുട്ട. എന്നാൽ ഈ വചനമാണ് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ നല്ല ഫുഡൊന്നും നമുക്ക് കിട്ടത്തില്ല. ന്യൂട്രീഷ്യസ് ആയിട്ടൊന്നും ഡാലും ചോറും അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. വെജിറ്റബിൾ തന്നെ അത് നമുക്ക് അത്രയും സൂക്ഷിക്കാൻ പറ്റത്തില്ല, കറണ്ട് ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ രണ്ടാമത്തെ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ന്യൂട്രീഷ്യസ് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ അമ്മച്ചി ഇവിടുന്ന് തന്നുവിട്ട ചമ്മന്തിപ്പൊടിയും അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എൻ്റെ ആ വയറിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്താൽ ഈ കുഞ്ഞിന് വേണ്ട എല്ലാ ന്യൂട്രീഷനും കർത്താവ് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ മറ്റു രണ്ടുപേരിലും നല്ല ബർത്ത് വെയിറ്റ് ആയിട്ടാണ് അവള് ജനിച്ചത്. ഇന്ന് അവള് ബിടെക് കഴിഞ്ഞ് അവള് ജോലിക്കായി തയ്യാറെടുക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മളെ വിളിക്കുന്ന ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഹിസ് വേസ് ആർ പെർഫെക്റ്റ്. ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാണ്. അവനെല്ലാം നമുക്ക് നന്മയ്ക്കായി ചെയ്യുന്നു. ശുശ്രൂഷയിൽ ഭാരങ്ങൾ അനുഭവിക്കുന്ന ദൈവദാസന്മാരോ ദൈവദാസിമാരോ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ, എന്താ കർത്താവേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായി. ഒരു 6 വർഷത്തോളം ഒരു വിൽഡർനെസ് അനുഭവം ഉണ്ടായി. എന്നാൽ ഇന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വഴി എന്ത് തികവുള്ളതായിരുന്നു എന്ന്, ദൈവത്തിന്റെ കരുതൽ എന്ത് വലിയതായിരുന്നു എന്ന് ചിന്തിപ്പാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നു. അവൻ നമ്മുടെ ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് He cares for us. He cares for each and every one of our needs. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കർത്താവ് കരുതുന്നവനായ ദൈവമാണ്. സ്തോത്രം. ഞങ്ങൾ ഇപ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ആ ട്രാൻസ്ലേഷൻ ഞങ്ങൾ ആരംഭിച്ചു. ദൈവമക്കൾ ഞങ്ങളെ ഓർക്കുമ്പോൾ ഒല്ലാർ ഗദബ എന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഇടയിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട ദൈവത്തിന്റെ വചനം അവരെല്ലാവരും വായിച്ച് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ അവർ വളരുവാനും നമ്മോടൊപ്പം കർത്താവിന്റെ വരവിങ്കൽ ആ ജനം പൂർണ്ണമായിട്ട് കർത്താവിനെ സ്വീകരിപ്പാനായിട്ട് നമ്മോടൊപ്പം അവരും കാണപ്പെടുവാനായിട്ട് പ്രിയ സഹോദരിമാരും ദൈവദാസന്മാരും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സ്തോത്രം. ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 5-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയായിരിക്കും പല കാര്യങ്ങൾ പറയുന്നത്. എങ്കിലും പ്രധാനമായിട്ട് 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളായിരിക്കും നാം ചിന്തിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മിക വർധന വരുത്തിയും പോരുവിൻ. സ്തോത്രം.
ഈ വചനമാണ് നാം ഇന്ന് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അടിയനെയും അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് തരണമേ. എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം അതിനൊരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ദോസ് ഹു ആർ അപ്പോയിന്റഡ് ടു ബി സേവ്ഡ്. രക്ഷയ്ക്കായി, രക്ഷ പ്രാപിപ്പാനായി നിയമിക്കപ്പെട്ടവർ എന്നാണ് ഈ വചനത്തിന്, ഈ ഒരു ഭാഗത്തിന് ഞാൻ കൊടുക്കുന്ന ടൈറ്റില്. ഈ ഭാഗത്ത് നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളായിരിക്കും നാം ചിന്തിക്കുന്നത്. രക്ഷ പ്രാപിപ്പാനായി നിയമിക്കപ്പെട്ടവരുടെ സവിശേഷതകൾ, ഒന്നാമതായിട്ട് അതായിരിക്കും നാം ചിന്തിക്കുന്നത്. അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത നാം കാണുന്നത് അതിന്റെ 8-ാം വാക്യത്തിന്റെ തുടക്കം: നാമോ പകലിനുള്ളവരാണ്. അതുപോലെ തന്നെ അതിന്റെ 4-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും ഒക്കെ കാണുന്നുണ്ട്, നാം ഇരുട്ടിലുള്ളവരല്ല, നാം വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. ഈ 2 സവിശേഷതകളാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ, ദൈവം നമ്മെ കോപത്തിനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ബട്ട് ടു ലിവ് വിത്ത് ജീസസ്, യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ സവിശേഷത, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ലൈറ്റ് ആൻഡ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ദ ഡേ. നാം പകലിനുള്ളവരാണ്, നാം വെളിച്ചത്തിനുള്ളവരാണ്. അതാണ് പ്രത്യേകത. രണ്ടാമതായി നാം ചിന്തിക്കാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദോസ് ഹു ആർ കോൾഡ് ടു ഒബ്റ്റെയിൻ സാൽവേഷൻ. രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ ഭാഗത്ത് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത് പോലെ അതിന്റെ നാം ബി അലേർട്ട് ആൻഡ് ബി സോബർ. അതിന്റെ 6-ാം വാക്യം, നാം ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. അതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി നാം കാണുന്നത് അതിന്റെ 8-ാം വാക്യത്തിലാണ്: വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അതാണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി. 1, ഉണർന്നും സുബോധവുമായിരിക്കുക. 2, വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എന്ന ആ ഒരു ആർമർ ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി കാണുന്നത് 11-ാം വാക്യത്തിലാണ്: എൻകറേജ് ആൻഡ് ബിൽഡ് വൺ അനദർ. നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ഈ കാര്യങ്ങളായിരിക്കും നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സമയത്തിന്റെ ലഭ്യത പോലെ. സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം അല്ലെങ്കിൽ തെസ്സലോനിക്ക ലേഖനങ്ങളെ കുറിച്ച് നാം കാണുമ്പോൾ നമുക്കറിയാം, തെസ്സലോനിക്ക സഭ ആരംഭിച്ചത് പൗലോസാണ്. തന്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ് താൻ തെസ്സലോനിക്ക സഭ ആരംഭിക്കുന്നത്. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 16, 17 അധ്യായങ്ങളിലേക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് ഫിലിപ്പിയിൽ നിന്ന് തെസ്സലോനിക്കയിലേക്ക് യാത്ര ചെയ്തു. അവിടെ സുവിശേഷം അറിയിച്ചു. അനേകർ കർത്താവിനെ കണ്ടുമുട്ടി. അവിടുന്ന് തനിക്ക് യഹൂദന്മാരിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ താൻ ബെറോവയിലേക്ക് പോയി, അവിടുന്ന് അഥേനയിലേക്ക് പോയി, അവിടുന്ന് താൻ കൊരിന്തിൽ പോയി. കൊരിന്തിലായിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതിയതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 1 തെസ്സലോനിക്ക ലേഖനത്തിന്റെ പ്രധാന തീം 2 തെസ്സലോനിക്കറിൽ നമുക്ക് കാണാം. ഇറ്റ് ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതുന്നത് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ പ്രത്യാശ പുതുക്കുവാനും മാത്രമല്ല അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ ചില ഡൗട്ട്സ് അവർക്കുണ്ടായി. എന്താണെന്നറിയാമോ? അവിടുത്തെ ചില വിശ്വാസികൾ മരണപ്പെട്ടു. they died. അവർ മരിച്ചുപോയി. അപ്പോൾ ഈ ജീവനോടിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരു ചിന്ത വന്നു: ഈ മരിച്ചുപോയ വിശ്വാസികൾക്ക് കർത്താവിന്റെ വരവെങ്കിൽ എന്ത് സംഭവിക്കും? ജീവനോടിരിക്കുന്ന വിശ്വാസികളെക്കാളും എന്തെങ്കിലും പോരായ്മ കർത്താവിന്റെ 2ാം വരവെങ്കിൽ അവർക്കുണ്ടാകുമോ? ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് പൗലോസ് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ താൻ പറയുന്നത്: ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും.
പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊപ്പം കർത്താവിനെ എതിരേൽപ്പാൻ തേജസ്സിൽ എടുക്കപ്പെടും എന്ന് പറയുന്നത് മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരായിരിക്കും. കർത്താവിന്റെ വരവിനെ കുറിച്ച് സവിസ്തരമായി 4-ാം അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷം മറ്റൊരു തീമിലേക്ക് 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കടക്കുകയാണ്. താൻ ഇത് പറയുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, യു നോ അബൌട്ട് ഇറ്റ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, നിങ്ങൾക്കറിയാം. എന്നാലും താൻ ഇവിടെ പറയുന്നത് ബി റെഡി ഫോർ ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം എന്നാണ് ഈ 5-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നാം കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് 8 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ ഈ തീമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നാം സംസാരിക്കാനായിട്ട് പോകുന്നത്. കർത്താവിന്റെ 2-ാം വരവിന് വേണ്ടിയുള്ള ഒരുക്കം. നമ്മുടെ പ്രധാന തീം രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരാണെങ്കിലും ഈ തീംസ് രണ്ടും റിലേറ്റഡ് ആണ്. ഇത് രണ്ടും യോജിച്ചു പോകുന്ന, ദേ ആർ സോ ക്ലോസ്ലി റിലേറ്റഡ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, യേശു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം അപ്പോസ്തലന്മാർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ദേ പ്രീച്ച്ഡ് അബൌട്ട് ദ ഇമിനന്റ് പറൂസിയ എന്ന് പറഞ്ഞാൽ കർത്താവ് എത്രയും വേഗം വരും, എത്രയും വേഗം മടങ്ങി വരും എന്നാണ് അവര് പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവര് വചനം സംസാരിക്കാനായിട്ട്, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓക്കെ. അവര് വചനം സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. ബട്ട് ഈ കർത്താവിന്റെ വരവിന് കുറച്ച് താമസം ഉണ്ടായപ്പോഴേക്ക് ചില സംശയങ്ങൾ പല സഭകളിലുള്ളവരിലേക്ക് കടന്നു വന്നു. കൊരിന്ത്യ സഭയിലുള്ള ആൾക്കാർ പറയാൻ തുടങ്ങി, ദർ ഇസ് നോ റിസറക്ഷൻ, പുനരുത്ഥാനം ഇല്ല എന്ന് കൊരിന്ത്യ സഭയിൽ ഒരു പഠിപ്പിക്കൽ ഉണ്ടായി. അത് നമുക്ക് 1 കൊരിന്ത്യർ 15:16 കാണാൻ പറ്റുന്നത്. എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. എന്നാൽ തിരുവഴുത്തുകളിൽ പ്രകാരം ക്രിസ്തു മരിച്ചു, തിരുവഴുത്തുകൾ പ്രകാരം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരിൽ ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ഈ ഒരു ഉത്തരമാണ് നൽകിയത്. എന്നാൽ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ചില ഡൗട്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില പരിഹാസികൾ എഴുന്നേറ്റു. അവര് പറയുകയാണ്, ബിക്കോസ് ഓഫ് ദ ഡിലേ ഓഫ് പറൂസിയ, കർത്താവിന്റെ വരവന്റെ താമസം വന്നപ്പോഴത്തേക്ക് അവിടെ ചിലർ പറയാൻ തുടങ്ങി, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പണ്ട് കാല പിതാക്കന്മാരുള്ള കാലം മുതൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ എല്ലാം ഒരുപോലെയായിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ചില പരിഹാസികൾ എഴുന്നേറ്റു. ആ സമയത്ത് പത്രോസ് അപ്പോസ്തലൻ അവർക്കൊരു മറുപടി കൊടുക്കുകയാണ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഈ തെസ്സലോനിക്ക സഭയിലും ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അത് മാത്രമല്ല, 2 തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ അറിയാം, പൗലോസ് അവരോട് പറയുക, ആരെങ്കിലും പറഞ്ഞ പ്രവചനമോ അല്ലെങ്കിൽ വചനം, ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ വചനമോ എഴുത്തോ ഒക്കെ കേട്ട് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ സുബോധം വിട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോകരുത്. കർത്താവിന്റെ വരവിന് മുമ്പ് ചില സൈൻസ് ഉണ്ട്. വിശ്വാസത്യാഗം സംഭവിക്കും. അധർമ്മമൂർത്തിയായവൻ വെളിപ്പെട്ട് വരും. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് പറഞ്ഞ് യെരുശലേം ദേവാലയത്തിൽ ഇരിക്കും. ഇങ്ങനെ ഇവർക്ക് കർത്താവിന്റെ വരവിന് മുൻപുള്ള കാര്യങ്ങളെ കുറിച്ച് പൗലോസ് 2 തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ 1 തെസ്സലോനിക്കർ നാം എടുത്ത ഈ ഭാഗത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. Christ's coming will be at an unexpected time. കർത്താവിന്റെ വരവ് അൺഎക്സ്പെക്റ്റഡ് ടൈമിലായിരിക്കും. താൻ ഇങ്ങനെയാ 5:2 പറയുന്നത്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ.
കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. തീർച്ചയാണ് കർത്താവ് വരും. എന്നാൽ നാം ചിന്തിക്കുന്ന സമയത്തല്ല. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ, കള്ളൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാ വരുന്നത്. താൻ മുമ്പേ വരുമെന്ന് ആരെ അറിയിച്ചിട്ടല്ല താൻ വരുന്നത്. ഇതുപോലെ കർത്താവിന്റെ വരവുമാകും. ആദിമ സഭകളിൽ യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് എപ്പോഴൊക്കെ പറഞ്ഞോ, അതുമായിട്ട് അത് പറഞ്ഞതോട് അനുബന്ധിച്ച് തന്നെ, അത് പറഞ്ഞതിന് ശേഷം അവർ മറ്റൊരു കാര്യം കൂടെ പറയുമായിരുന്നു. വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും കർത്താവിന്റെ വരവിനായുള്ള ഒരുക്കത്തെക്കുറിച്ചും പറയുമായിരുന്നു. സ്തോത്രം. പത്രോസ് അപ്പോസ്തോലൻ ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അത് തന്നെയാ പറയുന്നത്. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ട് താൻ പറയുകയാണ്, നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. We should be always ready ആയിരിക്കണം. Because we do not know the time. നമുക്ക് സമയം അറിയത്തില്ല. സ്തോത്രം. എന്റെ പിതാവ് ഇങ്ങനെ പറയുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു, എന്റെ വീട് റെഡി ആയി കഴിഞ്ഞാൽ ഞാനങ്ങ് പോകും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. താന് അടക്ക ശുശ്രൂഷയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ, ഞാൻ ഇവിടെ നിന്ന് പോയി എന്റെ വീട്ടിലെത്തുന്നതിന് മുൻപേ എന്റെ കർത്താവ് വന്നാൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. എന്റെ കർത്താവ് എന്നെ വിളിച്ചാൽ ഞാൻ എന്റെ കർത്താവിന്റെ അടുത്ത് പോകും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ചാപ്റ്റർ 5-ാം അധ്യായത്തില് പൗലോസ് കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് 2 തരത്തിലുള്ളവരെ കുറിച്ചാ പറയുന്നത്. ഫേബിയാന്റെ ആ പ്രാർത്ഥനയുടെ ഇൻട്രൊഡക്ഷനിലൊക്കെ ആന്റിയും 2 തരത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. 2 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാ പൗലോസ് ഈ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ഒന്ന്, those who will be suddenly destroyed, പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു കൂട്ടര്. രണ്ടാമത്തെ കൂട്ടര്, അതാണ് നമ്മുടെ ടൈറ്റില്, those who are destined to be saved at the coming of Christ. കർത്താവിന്റെ വരവില് രക്ഷ പ്രാപിപ്പാനായി നിയമിക്കപ്പെട്ട ഒരു കൂട്ടര്. ഹല്ലേലൂയ. ഈ രണ്ടാമത്തെ ആൾക്കാരെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആദ്യം പറഞ്ഞതുപോലെ, വാട്ട് ആർ ദിയർ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ കർത്താവിന്റെ രക്ഷ പ്രാപിപ്പാനായി നിയമിക്കപ്പെട്ടവരെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പൗലോസ് അവർ ആരല്ല എന്ന് ആദ്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവരാരല്ല, ആരെ പോലെ അല്ല എന്ന് പറയുന്നു. ആരെ പോലെ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പ്രത്യേകതകൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്കറിയാം, 5-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പൗലോസ് നിങ്ങൾ യു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം എന്നാ പറയുന്നത്. ഹി ഇൻക്ലൂഡഡ് ഹിംസെൽഫ്. എഴുത്തുകാരായ തന്നെയും തന്റെ കൂടെ ഉള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ദോസ് ഹു ആർ സേവ്ഡ്, വിശ്വസിച്ച നാം എല്ലാവരും, കാത്തിരിക്കുന്ന നാം എല്ലാവരും. ഹല്ലേലൂയ. വി ആർ അപ്പോയിന്റഡ് ടു ഒബ്റ്റെയിൻ സാൽവേഷൻ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നാം എല്ലാവരും, ഹല്ലേലൂയ, രക്ഷ പ്രാപിപ്പാനായി നിയമിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. What differentiates us from others? മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കി നിർത്തുന്നത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? പല കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ നാം വായിച്ച ഈ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, we are not appointed for wrath. ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചത്. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിയമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, there is calling, വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, നിയമനമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി എന്ന് പറഞ്ഞാൽ that is an initial invitation and that is a general invitation. പക്ഷെ കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് അത് കർത്താവിന്റെ സർവാധികാരത്തിലുള്ള അവന്റെ ഒരു ദൈവത്തിന്റെ ചോയ്സ് ആണത്. ഹല്ലേലൂയ. അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ഫോർ എ സ്പെഷ്യൽ
സർവീസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, വി ആർ നോട്ട് കോൾഡ് ബൈ മെൻ. നമ്മളെ വിളിച്ചത് മനുഷ്യരല്ല, നമ്മളെ തിരഞ്ഞെടുത്തത് മനുഷ്യരല്ല. ഹല്ലേലൂയ. നമ്മളെ അപ്പോയിന്റ് ചെയ്തത് മനുഷ്യരല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്ന നമ്മുടെ ദൈവമാണ്, നമ്മളെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ശുശ്രൂഷയില് പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ പറയട്ടെ, മനുഷ്യരല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാമല്ലോ, യേശു തന്റെ ശിഷ്യന്മാരെയൊക്കെ ദൈവം യേശു വിളിച്ചു. പിന്നെ അവരിൽ നിന്നുള്ള 12 പേരെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണാം. and appointed them as his apostles. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാമല്ലോ, ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നാം എന്താ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? God has appointed us to receive salvation, to obtain salvation. This is the ultimate purpose of God's calling. വേറെ ഒന്നുമല്ല സഹോദരങ്ങളെ, മറ്റുള്ളവർ പറയുന്നത് പോലെ അവിടെ പോകാനോ വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ ഒന്നുമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് രക്ഷ പ്രാപിപ്പാനാണ്. കോപത്തിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് കോപം എന്നുള്ളതിന്റെ അർത്ഥം ഇവിടെ എന്താ? ദാറ്റ് ഈസ് പണിഷ്മെന്റ്. പണിഷ്മെന്റ് തരാനല്ല, but to be saved from punishment. പണിഷ്മെന്റിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരോ, അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരും. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 1:9 നാം ഇങ്ങനെയാ വായിക്കുന്നത്, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കണ്ടോ, നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ആ നിത്യനാശം എന്ന ശിക്ഷാവിധിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. കർത്താവിന്റെ സന്നിധി, they will be separated from the presence of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവർ മാറ്റപ്പെടും. മാത്രമല്ല, ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വം അവർക്ക് കാണാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. എന്റെ പ്രിയ സഹോദരിമാരെ, മോശ ഇതിന്റെ ദൈവത്തിന്റെ സന്നിധിയുടെ മഹത്വം മനസ്സിലാക്കി. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശെ, ഞാന് എന്റെ ദൂതനെ നിനക്ക് മുൻപായി അങ്ങ് അയച്ചേക്കാം, നീ ഈ ജനത്തെ അങ്ങ് കൊണ്ടുപോക്കോ, ഈ കനാൻ ദേശത്തെ കൊണ്ടുപോക്കോ. എന്നാൽ മോശ യഹോവയോട് പറഞ്ഞൊരു കാര്യം നമുക്ക് ഇങ്ങനെ വായിക്കാം, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് പുറപ്പാട് 33:14 മോശ ഇങ്ങനെ പറയുന്നത്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് ദൈവം അരുളി ചെയ്തതിന് ശേഷം താൻ ഇങ്ങനെ പറയുന്നു, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, കർത്താവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടത്തേക്കും ദൈവം എന്നെ അയക്കരുത്. സ്തോത്രം. സ്വർഗം എന്തുകൊണ്ടാ സ്വർഗമായത്? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാ. അവിടെ സ്വർണ്ണ തെരുവീതിയും അല്ലെങ്കിൽ രത്നങ്ങളും അതൊന്നും ഉള്ളത് കൊണ്ടല്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാ. നമ്മുടെ ഇഹലോകവാസത്തിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം എന്താ ചിന്തിച്ചുകൊണ്ട് വന്നത്? സുവിശേഷം അനുസരിക്കാത്തവരെ ദൈവവചന അടിസ്ഥാനത്തിൽ നശിച്ചു പോകുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. സ്തോത്രം. നാം യേശുവിനെ വിശ്വസിച്ചത് കൊണ്ടാണ് വി ആർ അപ്പോയിന്റഡ് ബൈ ഗോഡ് ടു റിസീവ് സാൽവേഷൻ. കോപത്തിനല്ല, കർത്താവിനെ വിശ്വസിച്ചത് കൊണ്ട് ദൈവം നമ്മെ രക്ഷയ്ക്കായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ അതിനോട് ചേർന്നൊരു കാര്യം നമുക്ക് പറയാം, കൃപയാൽ അത്രേ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവർത്തികളും കാരണമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ വാക്യത്തില്, ഈ 8ാം വാക്യമാണല്ലോ നാം ചിന്തിക്കുന്നത്. ഈ വാക്യത്തില് നാം ചിന്തിക്കുന്നത് 10ാം വാക്യമാണല്ലോ നാം ചിന്തിക്കുന്നത്. 10ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. ഈ 10ാം വാക്യത്തില്
9ഉം 10ഉം 10ാം വാക്യമാണല്ലോ. ഈ 10ാം വാക്യത്തിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. നാം രക്ഷ അനുഭവിക്കാനായി നിയമിക്കപ്പെട്ടവരാ. ദാറ്റ് ഇസ് ട്രൂ. ദൈവവചനം അങ്ങനെ പറയുന്നത്. ബട്ട് ആരാണ് നമുക്കിത് സാധ്യമാക്കി തന്നത്? ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എങ്ങനെയാണ് ദൈവം യേശു ക്രിസ്തു അത് നമുക്ക് സാധ്യമാക്കി തന്നത്? ബൈ ഹിസ് ഡെത്ത് ഓൺ ദ ക്രോസ്. നമുക്ക് വേണ്ടി മരിച്ചതിനാൽ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേണ്ടി മരിച്ചത് മുഖാന്തരം നിത്യനായ ദൈവം നാം ജീവിക്കേണ്ടതിന് നമുക്കായിട്ട് മരിച്ചു. സർവശക്തനായ ദൈവം നാം ശക്തരായി തീരേണ്ടതിന് നമുക്ക് വേണ്ടി ബലഹീനനായി തീർന്നു. ഹല്ലേലൂയ. സർവാധികാരിയായ ദൈവം, സമ്പന്നനായ ദൈവം നമ്മെ സമ്പന്നരാക്കാൻ ഹി ബിക്കേം പുവർ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവം, ഇങ്ങനെ പറയുന്നത്, പരിശുദ്ധനായ ദൈവം പാപമറിയാത്തവനെ, പരിശുദ്ധനായ യേശുവിനെ, പാപമറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ദിസ് ഷോസ് ദ ലവ് ഓഫ് ഗോഡ്. യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹത്തെയാണ് ഇത് കാണിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ 3:16 നമുക്കറിയാമല്ലോ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. രക്ഷയെ പ്രാപിച്ച നമുക്ക് there is a higher purpose. എന്താണെന്നറിയാമോ? ഈ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നാം അവനോടുകൂടെ ജീവിക്കേണ്ടതിന്, യേശുവിനോടുകൂടെ ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. സ്തോത്രം. ഈ തെസ്സലോനിക്ക 4-ാം അധ്യായം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്നാണ് കാണുന്നത്. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം എന്താണ്? നിത്യജീവൻ തന്നെ എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണരുക, ഉറങ്ങുക എന്ന് പറഞ്ഞതിന്റെ ഈ വാക്യത്തിലെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഈവൻ ഇഫ് വി ലിവ്, നമ്മൾ ജീവനോടിരുന്നാലും നാം മരിച്ചു പോയാലും എന്ന ഇവിടുത്തെ അർത്ഥം കാണുന്നത്. സ്തോത്രം. ഈ വാക്യം നാം എന്താ മനസ്സിലാക്കുന്നത്? വി ആർ നോട്ട് അപ്പോയിന്റഡ് ഫോർ റാത്ത്. നാം കോപത്തിനായിട്ട് നിയമിക്കപ്പെട്ടവരല്ല, നാം രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരായതുകൊണ്ട് യേശുവിനോടുകൂടെ എന്നേക്കും ജീവിക്കാൻ വേണ്ടി നാം നിയമിക്കപ്പെട്ടവരാണ്. സ്തോത്രം. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത നാം കാണുന്നത് 1 തെസ്സലോനിക്കർ 5:5 വാക്യത്തിലാണ്. വി ആർ ദ സൺസ് ഓഫ് ലൈറ്റ്. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. സ്തോത്രം. അതിന്റെ 8-ാം വാക്യത്തിന്റെ ആരംഭത്തിലും ഇങ്ങനെയാ കാണുന്നത്. എല്ലാവരും ദൈവവചനം കയ്യിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 8ന്റെ ആരംഭത്തിൽ ഇങ്ങനെയാ കാണുന്നത്, നാമോ പകലിനുള്ളവരാണ് എന്നാ പറയുന്നത്. നാം പകലിനുള്ളവരാണ്, നാം ഇരുട്ടിനുള്ളവരല്ല എന്ന് പറയുമ്പോൾ there is an implicit thing. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. there are people who are in darkness. ഇരുട്ടിലുള്ള ചില ആൾക്കാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബട്ട് വി ആർ നോട്ട് ലൈക്ക് ദം. നമ്മൾ അവരെ പോലെ അല്ല. എന്താണ് ഇരുട്ട് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ചൊന്ന് വായിക്കാനും പഠിക്കാനും ദൈവം എന്നെ സഹായിച്ചു. എന്താണെന്നറിയാമോ? ധാർമ്മികമായ ഇരുട്ട്. അതിലാണ് അവിശ്വാസികൾ ജീവിക്കുന്നത്. ഇരുട്ടെന്ന് പറഞ്ഞാൽ അത് പാപത്തിന്റെ ഒരു സിമ്പല, ദുഷ്ടതയുടെ ഒരു സിമ്പല, ധാർമ്മികമായ അജ്ഞതയുടെ ഒരു സിമ്പല. അവിശ്വാസത്തെ കാണിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനെ കുറിച്ച് കാണിക്കുന്നു. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. എഫേസ്യ ലേഖനത്തിലൊക്കെ പൗലോസ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ജനമല്ലാത്തവർ, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവർ എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പിന്നെ പറയും, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ, അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു എന്ന് പറഞ്ഞാല് ഇരുട്ടിൽ ജീവിക്കുന്നവർ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അതിന്റെ 7-ാം വാക്യം, ഉറങ്ങുന്നവർ 5:7, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാല് ഈ ആൾക്കാര് ജീവിക്കുന്നത്
രാത്രിയിൽ ആരും കാണാതെ എന്തെല്ലാം തെറ്റ് ചെയ്യുമോ ആ തെറ്റ് ചെയ്തുകൊണ്ടാണ് അവരെപ്പോഴും ജീവിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവിശ്വാസികളായവർ, വിശ്വാസികൾ അങ്ങനെ ചെയ്താൽ അവരും ഇരുട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ദൈവവചനം കർത്താവിൽ വിശ്വസിക്കാത്തവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ മനസ്സ് സാത്താൻ കുരുട്ടാക്കി വെച്ചേക്കാണ്, ക്രിസ്തുവിന്റെ തേജസ് പ്രകാശിക്കാതിരിക്കാൻ വേണ്ടി. എന്നാൽ പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവവചനം ഇങ്ങനെ പറയുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ നിങ്ങൾ വെളിച്ചമാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു പഴയകാലം ഉണ്ടായിരുന്നു, ഇരുട്ടിന്റെ ഒരു കാലം. ഹല്ലേലൂയ. പാപത്തിന്റെ ചേറ്റിൽ കിടന്നൊരു കാലം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു ചിന്തിക്കും, കർത്താവെ, ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നാശത്തിന്റെ പടികുടിയിലായി പോയേനെയായിരുന്നു. ചിലപ്പോൾ ഞാൻ ഈ ലോകത്തിൽ കാണത്തുപോലും ഇല്ലായിരുന്നു. എൻ്റെ യേശുവിനെ ഞാൻ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന രക്ഷയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇരുട്ടിലുള്ളവർ, ഇരുട്ടിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈറ്റ്? വെളിച്ചം എന്താ കാണിക്കുന്നത്? നീതിയെ കാണിക്കുന്നു, ധാർമ്മികമായ പരിശുദ്ധിയെ കാണിക്കുന്നു, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെ കാണിക്കുന്നു, രക്ഷയെ കാണിക്കുന്നു. സ്തോത്രം. ദൈവവുമായിട്ടുള്ള നമ്മുടെ ദൈവവചനത്തെ അനുസരിക്കുന്നതാ കാണിക്കുന്നത്. വെളിച്ചത്തിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം എപ്പോഴും പകല് ജീവിക്കുന്നവരെ പോലെ ആയിരിക്കും. ഡേ ഇസ് ദ റെലം ഇൻ വിച്ച് ദേ ലീവ്. അവർ ജീവിക്കുന്നത് പകല് ജീവിക്കുന്നത് പോലെ. എവരിത്തിങ് ഇസ് ട്രാൻസ്പെറന്റ്. മറ്റുള്ളവർ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും അവരെപ്പോഴും ജീവിക്കുന്നത് ദൈവം എന്നെ കാണുന്നു, അല്ലെങ്കിൽ ആ വെളിച്ചത്തിലാണ് അവർ ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇരുട്ടിൽ ഇരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വെളിച്ചം ലോകത്തിൽ വന്നു. പക്ഷെ ലോകം വെളിച്ചത്തെ തള്ളിക്കളഞ്ഞു, ഇരുട്ടിനെ ഇഷ്ടപ്പെടുകയാ ചെയ്തത്. സ്തോത്രം. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ സഹായിച്ചു. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഹല്ലേലൂയ. നാം ഇരുട്ടിനുള്ളവരല്ല, നാം വെളിച്ചത്തിനുള്ളവരാണ്. അത് പറയുമ്പോൾ ഈ 5-ാം അധ്യായത്തിൽ വെളിച്ചത്തിലുള്ളവരുടെ ആ സ്വഭാവത്തെ കുറിച്ച്, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ 1-ാം വാക്യം, യു നോ അബൌട്ട് ദ ടൈംസ് ആൻഡ് സീസൺസ്. നിങ്ങൾക്ക് കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് അറിയാം. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. നിങ്ങൾ യു ആർ അവെയർ. നിങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. സ്തോത്രം. അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, യു ആർ പ്രിപ്പയർഡ്. നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. സോ ദാറ്റ് ദേ വിൽ നോട്ട് ടേക്ക് യു ബൈ സർപ്രൈസ്. കർത്താവ് വരുന്ന ദിവസം നമ്മൾ അമ്പരന്ന് പോകത്തില്ല. കാരണം അതിങ്ങനെ, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ അമ്പരിപ്പിക്കാൻ, വേറൊരു മലയാളം ട്രാൻസ്ലേഷനിൽ അങ്ങനെയുണ്ട്, അമ്പരിപ്പിക്കാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. കണ്ടോ, നാം വെളിച്ചത്തിലുള്ളവരായതുകൊണ്ട് കാലങ്ങളെയും സമയങ്ങളെയും അറിയുന്നവരും വിവേചിക്കുന്നവരുമായിരിക്കണം നാം. ആണ് നാം. പിന്നെ നമുക്കറിയാം കർത്താവിന്റെ നാൾ കള്ളനെ പോലെയാ വരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ടൈമിലാ കർത്താവ് വരുന്നത്. പിന്നെ വി ആർ പ്രിപ്പയർഡ് ഫോർ ദ കമ്മിങ്. അതുകൊണ്ട് കർത്താവിന്റെ നാള് നമ്മെ ഒരിക്കലും സർപ്രൈസ്ഡ് ആക്കത്തില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഇരുട്ടിലുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. 5:3 ഇങ്ങനെയാ വായിക്കുന്നത്. ഞാൻ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ തന്നെ നിന്നാ പറയുന്നത്. അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. ഹല്ലേലൂയ. സ്തോത്രം. കണ്ടോ, ഇരുട്ടിൽ ജീവിക്കുന്നവർ നാശത്തിലേക്ക് പോകുന്നു.
എന്നാൽ കർത്താവ് നമ്മളെ വിളിച്ചത്, നാം വെളിച്ചത്തിലുള്ളവരായി നമ്മളെ വിളിച്ചത് കൊണ്ട് നാം കോപത്തിലേക്ക് പോകുന്നവരല്ല, രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരാണ്. സ്തോത്രം. നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യവും, രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ട് കോപത്തിനല്ല, ഇറ്റ് ഈസ് നോട്ട് ഫോർ പണിഷ്മെന്റ് ബട്ട് ടു ലിവ് വിത്ത് ക്രൈസ്റ്റ്. പിന്നെ നാം പകലിനുള്ളവരാണ്. അതിന്റെ പ്രത്യേകതകളൊക്കെ നാം പഠിച്ചു. ഇതെല്ലാം this is the result of what God did for us through Christ. ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്ത് തന്നതിന്റെ, ദ ഫ്രീ ഗിഫ്റ്റ്, സൗജന്യമായി തന്നതിന്റെ ആ ഒരു പരിണിത ഫലമാണ് ഇതെല്ലാം. നാം ഒന്നും ചെയ്തതല്ല. നാം വിചാരിക്കും ഞാൻ വിശ്വസിച്ചല്ലോ, പക്ഷെ അതും നാം പറഞ്ഞത് അതും കൃപയാല. എല്ലാം കൃപയാൽ, എല്ലാം കൃപയാൽ. ഹല്ലേലൂയ. എന്നാൽ ഈ സൗജന്യമായ ഈ രക്ഷയും കൃപയും പ്രാപിച്ച നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാ നാം അടുത്തതായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദോസ് ഹു ആർ കോൾഡ് ടു സാൽവേഷൻ. 3 കാര്യമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. വി മസ്റ്റ് സ്റ്റേ അലർട്ട് ആൻഡ് ബി സോബർ. ഇവിടെയും പൗലോസ് ഒരു കാര്യം നെഗറ്റീവ് പറഞ്ഞിട്ടാണ് താൻ പോസിറ്റീവ് പറയുന്നത്. നിങ്ങൾ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഉറങ്ങുന്നത് ആരാ? ശേഷമുള്ളവരാ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഇവിടെ ഉറക്കം എന്ന് പറയുന്നത് മരണത്തെ കുറിച്ചല്ല, നിദ്ര കൊള്ളുന്ന എന്ന ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു അർത്ഥമല്ല ഇവിടെ വരുന്നത്. ഇവിടുത്തെ അർത്ഥം എന്ന് പറഞ്ഞാല് അവിശ്വാസികളായവർ എപ്പോഴും ഡീപ് സ്ലീപ്പിലാണ്. ദേ ആർ നോട്ട് അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അവർ ഒന്നിനെ കുറിച്ചും അവർ അവെയർ അല്ല. പിന്നെ ഇങ്ങനെ നമുക്കറിയാമല്ലോ, കള്ളൻ വരുന്നത് പോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന വീട്ടുടയവനെ പോലെയാണ് ആ ആൾക്കാര്. പക്ഷേ അവര് കർത്താവിന്റെ വരവിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നവരല്ല. ഇതാണ് ഈ ഉറങ്ങുക എന്ന ഈ വാക്കിന്റെ അർത്ഥം. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഉറങ്ങാതെ നിങ്ങൾ ഉണർന്നും സുബോധവുമായി ഇരിക്കുക എന്നാ പറയുന്നത്. ഈ ഉറങ്ങുക എന്ന പദത്തെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചു. അതിന് അലംഭാവം, അനാസ്ഥ, നിസ്സംഗത എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അലംഭാവം, അനാസ്ഥ, നിസ്സംഗത എന്ന് പറഞ്ഞാൽ ദൈവികമായ കാര്യത്തിനെല്ലാം അലസതയാ. പ്രാർത്ഥിക്കത്തില്ല, വചനം വായിക്കത്തില്ല, പിന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാ ചിന്തിക്കുന്നത്. എന്നാല് ദൈവവചനം നമ്മളോട് പറയുന്നത്, നിങ്ങൾ നാളും നാഴികയും അറിയായിക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ എന്നാണ് പറയുന്നത്. നാളും നാഴികയും അറിയായിക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ. അത് തന്നെ യേശുവും തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് പറഞ്ഞാൽ, ഉണർന്നിരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം ബി പ്രിപ്പയർഡ് ആൻഡ് ബി റെഡി. ബി പ്രിപ്പയർഡ് ആൻഡ് ബി റെഡി. യജമാനൻ സന്ധ്യയ്ക്കാണോ, അർദ്ധരാത്രിക്കാണോ, കോഴി കൂകുന്ന നേരത്താണോ, രാവിലെയാണോ, എപ്പോഴാ വരുന്നെന്നറിയായിക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്നാ പറയുന്നത്. സ്തോത്രം. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ ആരാധനാലയങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പച്ചന്മാരൊക്കെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, വരവിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആദിമ കാലഘട്ടത്തിലെ ദൈവമക്കൾ അവര് തമ്മിൽ കാണുമ്പോൾ അവര് പ്രൈസ് ദി ലോർഡ് അല്ലെങ്കിൽ സ്തോത്രം, സുഖമാണോ എന്നൊക്കെയല്ല അവർ പറയുന്നത്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, മാറാനാഥ, കർത്താവേ വരണമേ, കർത്താവേ കർത്താവ് വരുന്നു എന്നിങ്ങനെയൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. സ്തോത്രം. എന്നാല് നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 21:34 യേശു തന്റെ ശിഷ്യന്മാർക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും
ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് സർവഭൂതലത്തിലുമുള്ള ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. സ്തോത്രം. നമ്മള് അതിഭക്ഷണവും മദ്യപാനവും ഒന്നും നമുക്കില്ല, പക്ഷെ ഉപജീവന ചിന്തകൾ നാട്ടൊരു ഭാരം ഇല്ലേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഒരു 2 ആഴ്ച മുമ്പ് എനിക്കും അങ്ങനെ ഉണ്ടായി. ഞാൻ വല്ലാതെ അങ്ങ് ഭാരപ്പെട്ടു. എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നൊക്കെ ഭാരപ്പെട്ടു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ്, പെട്ടെന്നല്ല, ഞാൻ കുറച്ചു നേരം ഭാരപ്പെട്ട് കഴിഞ്ഞപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഇത് ഓർപ്പിച്ചു. ഉപജീവന ചിന്ത വന്ന് ഭാരപ്പെട്ടാലുണ്ടല്ലോ, ആ ദിവസം കണി പോലെ വരും. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. ദൈവം എന്നോട് പറഞ്ഞൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. സമാധാനമുള്ള ദേശത്ത് നീ നിർഭയമായി വസിക്കുന്നു, യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും എന്ന് ദൈവം എന്നോട് ചോദിച്ചു. എന്ന് പറഞ്ഞാല് കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടെ നീ എങ്ങനെ മത്സരിച്ചോടും? ഹല്ലേലൂയ. ചെറിയ കാര്യം വന്നപ്പം ഞാനങ്ങ് ഭാരപ്പെട്ടു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഭാരമൊക്കെ മാറ്റി വെച്ചിട്ട് നീ കർത്താവിന്റെ വേലയ്ക്കിറങ്ങ്, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങ്. നമ്മൾ ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ഈ ചിന്തകൾ നമ്മളെ ഭാരപ്പെട്ട് ഞെരുക്കാൻ അനുവദിക്കരുത്. സ്തോത്രം. ദൈവം, കഷ്ടതയൊക്കെ നമുക്കുണ്ട്, എന്നാൽ ഇതൊക്കെ അല്പകാലത്തേക്കേ ഉള്ളൂ. നമ്മുടെ കർത്താവ് വരും. അതാണ് നമ്മുടെ പ്രത്യാശ. വി ഷുഡ് ബി അലർട്ട്. നമ്മൾ ഉണർന്നിരിക്കണം. അടുത്തത് സുബോധമായിരിക്കുക. സുബോധം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ബി സോബർ. നമ്മൾ സെൽഫ് കൺട്രോൾഡ് ആയിരിക്കണം. അമിതത്വം ഒന്നിനും പാടില്ല. ചിലപ്പോ കൂട്ടുകാരായിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം, കർത്താവിനുമായിട്ടുള്ള ആ സമയത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്ന മിനിസ്ട്രി ആയിരിക്കാം, ജോലി ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, ഞാൻ തുറന്നു പറയാൻ നമ്മുടെ അടുക്കളയിലെ പണി, വീട്ടിലെ കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇതൊന്നും, ഇതിനെല്ലാം ഒരു കൺട്രോൾ വേണം. എല്ലാത്തിനും ഒരു സെൽഫ് കൺട്രോൾ, ധാർമ്മികമായ ഒരു കൺട്രോള്. മാത്രമല്ല അതിന് മറ്റൊരു അർത്ഥവും കൂടെ ഉണ്ട്. സ്പിരിച്വൽ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ഉത്സാഹം. ഇത് എല്ലാം ഈ സെൽഫ് കൺട്രോൾഡ് എന്ന കാര്യത്തിൽ ഉൾപ്പെടും. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണം. ചിന്തകൾ നമ്മുടെ പ്രവർത്തികളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ പ്രവർത്തികളെ നിയന്ത്രിക്കണം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. ഇതെല്ലാം സെൽഫ് കൺട്രോളിൽ പെടുന്നതാ. ഇതാ പറഞ്ഞേക്കുന്നത്, ഉണർന്നും നിങ്ങൾ സുബോധവുമായിരിക്കുക. നമ്മുടെ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി അതാണ്. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി, ഞാൻ വേഗം പോകട്ടെ. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അതിന്റെ 8-ാം വാക്യം, നാം പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശ ധരിച്ച് സുബോധമായിരിക്കാം. ഇത് നമുക്കറിയാം. എഫേസ്യ ലേഖനത്തിലൊക്കെ പൗലോസ് പറയുന്ന കാര്യമാ. ഇത് നമ്മൾ യുദ്ധം ചെയ്യാനുള്ള ഒരു കാര്യമല്ല, എതിർത്ത് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് നമുക്കിങ്ങനെ, എല്ലാറ്റിലും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ എന്ന് പറഞ്ഞാല് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹമാണ്, സഹവിശ്വാസികളോടുള്ള സ്നേഹമാണ് ഇത് കാണിക്കുന്നത്. ഹോപ്പ് ഫോർ ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് വരും എന്നുള്ള ആ ഉറപ്പുള്ളവരായിരിക്കണം. സ്തോത്രം. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഈ 3 കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് താൻ ഇങ്ങനെ വിഷമിച്ച്, കാരണം താൻ പോന്നു കഴിഞ്ഞ അവിടെ ഭയങ്കര പീഡനമാ. താൻ ഇങ്ങനെ പറയാ, സാത്താൻ നിങ്ങളെ പരീക്ഷിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഭയപ്പെട്ടു പോയി. എന്റെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ തിമത്യോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചു. തിമത്യോസ് മടങ്ങി വന്നിട്ട് ഒരു സദ്വർത്തമാനം പറഞ്ഞു. നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ അധികമായി നിൽക്കുന്നു, നിങ്ങൾ സ്നേഹത്തിൽ നിങ്ങൾ വർദ്ധിച്ചു വരുന്നു, നിങ്ങൾ പ്രത്യാശയിൽ നിൽക്കുന്നു. മനസ്സിലായോ സഹോദരങ്ങളെ? നമ്മുടെ വിശ്വാസത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ വി മസ്റ്റ് കണ്ടിന്യൂ ടു ഡു ദാറ്റ്. ഇപ്പോഴും ഉണ്ടെന്നല്ല, വി മസ്റ്റ് കണ്ടിന്യൂ ടു ഡു ദാറ്റ്. ഹല്ലേലൂയ. മാത്രമല്ല, നാം നമ്മെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സാത്താന്റെ തന്ത്രങ്ങളെ, സാത്താന്റെ പ്രവർത്തനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വിശ്വാസം, സ്നേഹം, അതുപോലെ ഹോപ്പ് എന്നുള്ളത്, പ്രത്യാശ എന്നുള്ളത്. ഞാൻ അതിനോടനുബന്ധിച്ച് ഒരു വാക്യം റെഫറൻസ് പറയാതെ ഞാൻ വായിക്കാം. നിർമ്മതരായിരിപ്പിൻ,
ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ദൈവവചനത്തിൽ പലയിടത്തും നമുക്ക് ഇതാ കാണാൻ സാധിക്കുന്നത്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കണം. ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ദാറ്റ് ഈസ് അവർ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ഉണർന്നും സുബോധവുമായിരിക്കുക. രണ്ടാമത്തത് എന്താണ്? വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. സ്നേഹം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരോടുള്ള സ്നേഹം. ഇതിൽ നാം ഉറപ്പുള്ളവരായിരുന്ന് സാത്താനോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമതായിട്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്നറിയാമോ? അതിന്റെ 11-ാം വാക്യം. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ആദ്യത്തെ 2 ഉത്തരവാദിത്തങ്ങൾ ഇറ്റ് ഈസ് മോർ പേഴ്സണൽ, അത് പേഴ്സണലാ. എന്നാൽ ഈ മൂന്നാമത്തെ എന്താണെന്നറിയാം? ഇറ്റ് ഈസ് എ കമ്മ്യൂണൽ ആസ്പെക്ട്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല, നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ്. സോ വി ഹാവ് ടു പ്രിപ്പയർ എവ്രി വൺ. സഭയെ ഒരുക്കണം, നമ്മുടെ കുടുംബത്തെ ഒരുക്കണം, നമ്മുടെ സഭയിലുള്ളവരെ ഒരുക്കണം ഫോർ ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ചെയ്തു വരിക, പക്ഷേ അതിൽ നിങ്ങൾ നിലനിന്ന് പോകണം എന്നാ പറഞ്ഞേക്കുന്നത്. സ്ട്രെങ്ത്, അന്യോന്യം ബലപ്പെടുത്തണം. ഒരു കൂട്ടവിശ്വാസി ഭാരപ്പെട്ടിരുന്നാൽ പോട്ട് അമ്മാമ്മ പോട്ട്, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം അമ്മാമ്മയുടെ കൂടെയുണ്ട്, കർത്താവ് വഴി തുറക്കും, കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. ഹെൽപ്പ് വൺ അനദർ ടു ബിലീവ് മോർ സ്ട്രോങ്ലി ഇൻ ദ ലോർഡ്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ വിശ്വാസ ആ ഒരു രീതിയിലൊക്കെ നാം കാണുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാ. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് നാം അന്യോന്യം പ്രബോധിപ്പിക്കണം, നാം ആത്മിക വർധന വരുത്തണം, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം. പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ താൻ ഇങ്ങനാ പറയുന്നത്: ഇടിച്ചു കളയാനല്ല എനിക്ക് ദൈവം തന്ന അധികാരം, ദൈവം തന്ന അധികാരം പണിയാനാണ്. എന്തൊക്കെ ശുശ്രൂഷകൾ ഉണ്ടായാലും, ഹല്ലേലൂയ, ജിറ്റി സിസ്റ്റർ എന്ത് നന്നായിട്ടാ പാട്ട് പാടിയത്. സങ്കീർത്തനമായാലും ഉപദേശമായാലും വെളിപ്പാടായാലും അന്യഭാഷയായാലും സകലവും ആത്മീക വർധനയ്ക്കായി തീരണം. എന്റെ പേഴ്സണൽ മഹത്വം ഒന്നുമല്ല അവിടെ നോക്കേണ്ടത്. എന്റെ കൂട്ട് സഹോദരങ്ങളും കൂടെ എന്റെ കൂടെ അവരും ആത്മീക ഉന്നതി പ്രാപിക്കണം. ഞങ്ങൾ ഒരുമിച്ച് വളരണം, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരണം. ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു ആസ്പെക്ട് ആദിമ ക്രൈസ്തവ സഭയിൽ നമുക്ക് കാണാം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എൻ്റെ സഹോദരിമാരെ, നാം എന്താണ് പറഞ്ഞത്? നാം രക്ഷ പ്രാപിപ്പാനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. യേശുവിനോടുകൂടെ ജീവിക്കാനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നാം കോപത്തിന് വിളിക്കപ്പെട്ടവരല്ല. സ്തോത്രം. ഹല്ലേലൂയ. വി ആർ ഇൻ ദ ലൈറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നാം വിളിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ ഈ ലോകത്തിന്റെ പ്രത്യേകത. സ്തോത്രം. എന്നാല് വി ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉണർന്നും സുബോധവുമായിരിക്കണം. റെസിസ്റ്റ് ദ ഡെവിൾ. സാത്താനെ എതിർക്കണം. കവചം ധരിച്ച്, വിശ്വാസവും സ്നേഹവും എന്ന കവചം ധരിച്ച്, രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായി ധരിച്ചുകൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കണം. സാത്താൻ ഓരോ ഡൗട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മളെ മടിപ്പിക്കും. ആ സമയത്തൊക്കെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മാത്രമല്ല, അവർ കമ്മ്യൂണിറ്റി ആസ്പെക്ട്, എൻകറേജ് വൺ അനദർ, ബിൽഡ് അപ്പ് വൺ അനദർ. സ്തോത്രം. ഇന്നലെ ഫേബയാൻഡി വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എന്തൊരു ധൈര്യമായിരുന്നു. സ്തോത്രം. ഈ മീറ്റിങ്ങിന് കൂടുന്ന ഇത്രയും ആൾക്കാരെ കുറിച്ച് ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു, കർത്താവെ, ഞാൻ എന്ത് സംസാരിക്കും? ആന്റിയുടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള ആന്റിയുടെ ആ ഒരു വാക്ക് എന്നെ വളരെ ധൈര്യപ്പെടുത്തി. സ്തോത്രം. നമുക്കും നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ധൈര്യപ്പെടുത്താം. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ബിക്കോസ് ദ ഡേ ഓഫ് ദ ലോർഡ് വിൽ ഷ്യൂർലി കം. കർത്താവിന്റെ വരവ് നടക്കും. ഹല്ലേലൂയ. ബട്ട് ഇറ്റ് വിൽ ബി അറ്റ് an unexpected time. So let us be prepared. നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. And let us help others also to be prepared. മറ്റുള്ളവരെയും കൂടെ നമുക്ക്
ഒരുക്കാം, നമ്മുടെ കുടുംബത്തെ നമുക്ക് ഒരുക്കാം. ഹല്ലേലൂയ. നാം ചെയ്യുന്ന ദൈവിക പ്രവർത്തികൾ ധൈര്യത്തോടെ നമുക്ക് ചെയ്യാം. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15 പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ വാക്യം പറഞ്ഞുകൊണ്ട് ഞാനും അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. സ്തോത്രം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ കോൺഗ്രിഗേഷനോട് നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. മാറാനാഥ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ.